വരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മലബാറിലെ ഏറ്റവും വലിയ ആണ്ടുനേർച്ച എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ പരിപാടിയാണ് മാമ്പുഴ മഹാനായ അലി ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടുനേർച്ച. ഈ വരിയുടെ നീളവും ആളെണ്ണവും നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാവുന്നതാണ്. മഹാനായ അലി ഹസൻ മുസ്ലിയാർ ഒരു വലിയ മഹാനാണ്. മാമ്പുഴ ജുമാഅത്ത് പള്ളിയോട് ചേർന്നാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനവറുകളുടെ കറാമത്തിലൂടെ മാമ്പുഴ ധാരാളം ഇൽമി സ്ഥാപനങ്ങൾ നടന്നു വരുന്നുമുണ്ട്. പ്രധാനമായും പള്ളിയിലെ ദർസ്, ശരിയാത്ത് കോളേജ് അഥവാ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ജൂനിയർ കോളേജ്, അതിനു പുറമെ ഹിഫ്ള് കോളേജും. അപ്പോൾ 3 സ്ഥാപനങ്ങൾ ഈ മഖാമുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തി വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കറാമത്ത് തന്നെ ആ 3 സ്ഥാപനത്തിന് ആവശ്യമായ ഒരു വർഷത്തെ വരുമാനം കുട്ടികളുടെ ഭക്ഷണത്തിലേക്കും മറ്റുമായുള്ള ചെലവുകളിലേക്കും ഒക്കെ ഉള്ള വരുമാനം ഒരു വർഷത്തിൽ അവിടുത്തെ ആണ്ട് നേർച്ചയിലൂടെയും വിശ്വാസികളുടെ ഹദിയകളിലൂടെയും നടന്നു വരുന്നുണ്ട് എന്നാണ്. കൃത്യമായി ആ തുക അവിടെ ലഭ്യമാക്കുകയാണ്. അഥവാ മുൻപത്തെ കാലഘട്ടത്തിൽ ശരിയത്ത് കോളേജ് മാത്രമായിരുന്ന അവസ്ഥയിൽ ആ ശരിയത്ത് കോളേജ് നിലനിർത്താനുള്ള, നടത്തിക്കൊണ്ടുപോകാനുള്ള സമ്പത്ത് ലഭ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥാപനങ്ങൾ കൂടിയപ്പോൾ ആ സ്ഥാപനങ്ങൾക്കൊക്കെ നിലനിർത്തിപ്പോരാനുള്ള മുഴുവൻ ചെലവുകളും അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇനിയും അവിടെ വികസനങ്ങൾ വന്നാൽ, ദീനീ സ്ഥാപനങ്ങൾ അവിടെ ഇനിയും വന്നാൽ അതിനുള്ള സാമ്പത്തികമായ എല്ലാ മാർഗങ്ങളും ഈ മഹാനിലൂടെ, ഈ മഹാന്റെ കറാമത്തിലൂടെ അവിടെ ലഭ്യമാകുമെന്നാണ് അതിൻ്റെ ആളുകൾ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇത് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന വരിയാണ്. അപ്പോൾ നമ്മൾ അന്നം കിട്ടാത്തവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഈ കാണുന്നവരൊക്കെ അത്യാവശ്യം സമ്പന്നരായ ആളുകളും നാട്ടിലെ പ്രമാണിമാരായ ആളുകളും ഒക്കെയാണ്. എന്നിട്ടും അവർ ഈ മഹാന്റെ ഈ ആണ്ട് നേർച്ചയുടെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുമ്പോൾ ഇതിൻ്റെ മഹത്വം, ഈ മഹാന്റെ പോരിശ ഇവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഈ വരിയിൽ പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, വലിയ വലിയ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ പോലും ഈ വരിയിൽ അണിചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വരിയാണ്. ഈ വരി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം ഇപ്പോൾ 11 മണിയാണ്. ഇനി ഇത് എത്തിച്ചേരേണ്ടത് മാമ്പുഴ പള്ളിയിൽ തയ്യാറാക്കപ്പെട്ട, മാമ്പുഴ പള്ളിയുടെ കോളേജ് കോമ്പൗണ്ടിൽ തയ്യാറാക്കപ്പെട്ട ഭക്ഷണത്തിൻ്റെ ആ സ്ഥലത്തേക്കാണ് ഇത് എത്തിച്ചേരുക. അപ്പോൾ അവിടേക്ക് എത്തിച്ചേരാൻ ഇനിയും ഒരുപാട് സമയങ്ങൾ പിന്നിടണം. ഇപ്പോൾ നമ്മൾ മാമ്പുഴ അങ്ങാടിയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ പോരുന്ന വഴിയിലാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വരി ആരംഭിച്ചത് മുതലാണ് എടുക്കാൻ തുടങ്ങിയത്.
വരിയിലേക്ക് ആളുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്തിപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ വരി കണ്ടപ്പോൾ തുടങ്ങിയതാണ്. അത് വന്ന് മാമ്പുഴ അങ്ങാടിയിൽ എത്തി. അപ്പോൾ അങ്ങാടിയിൽ നിന്നുള്ള വരിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ നിയന്ത്രിക്കാൻ ഒരു പോലീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകമായ വളണ്ടിയർമാരൊന്നും ഇവിടെ ആവശ്യമില്ല. നല്ല അച്ചടക്കമുള്ള വരിയായി ഒരു ഉന്തും തിരക്കൊന്നുമില്ലാതെ, കച്ചറകളില്ലാതെ കുട്ടികളടക്കം ഈ വരിയിൽ അണിചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വരിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, വെയിലിൻ്റെ ചൂട് വളരെ ശക്തിയായതാണ്. എന്നിട്ടും പ്രായമായവരൊക്കെ അതൊന്നും വകവെക്കാതെ ഈ മഹാന്റെ പേരിലുള്ള ഭക്ഷണം ലഭ്യമാകാൻ വരി നിൽക്കുന്നു. അതിൽ ചെറുപ്പക്കാരുണ്ട്, ഉമ്മമാർ, സഹോദരിമാരുടെയൊക്കെ വരി മറ്റൊരു വരിയാണ്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ. ഇത്രയ്ക്ക് തന്നെ സഹോദരിമാരുടെ വരിയും മറ്റൊരു ഭാഗത്തുണ്ട്. അത് നമ്മളിതിൽ ചേർത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അവർ വരി നിൽക്കുന്നത് മറ്റൊരു ഭാഗത്താണ്. അപ്പോൾ ഇതിൽ നടന്നു പോകുന്നത് അവർ ബസ്സിറങ്ങിയിട്ടും വണ്ടി ഇറങ്ങിയിട്ടുമൊക്കെ വരിയിലേക്ക് നടക്കുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അവരുടെ വരി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അൽഹംദുലില്ലാ, മലബാറിൻ്റെ ഒരു വലിയ നേർച്ചയായി മാമ്പുഴ ആണ്ടു നേർച്ച വർഷം തോറും വിപുലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഞങ്ങൾ ചെന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ വരിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നമ്മൾ മറ്റൊരു വഴിയിലൂടെ വന്നിട്ടാണ് വരിയിലേക്ക് ചേർന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പോകുന്ന വഴി അല്ല, അഥവാ ഒരു ഉള്ള് വഴികളിലൂടെയാണ് വരി ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ മഹാനായ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാർ മഹാനവറുകളുടെ കറാമത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ജീവിതകാലത്ത് വളരെ സൂക്ഷ്മമായി ജീവിച്ച ഒരു മഹാനാണ്. കന്നുകാലികളെ വളർത്തലാണ് മഹാനവറുകളുടെ ജോലി. അങ്ങനെ മഹാനായ അലി ഹസൻ മുസ്ലിയാർ കന്നുകാലികളെ മേക്കാൻ കൊണ്ടുപോകുമ്പോൾ കന്നുകാലികളോട് പറയുമത്രേ, ഇന്നാലിന്ന വളപ്പിൽ നിന്ന് ഭക്ഷിക്കുക, ഇന്ന ആള് തോട്ടത്തിലേക്ക് പോകരുത്, ഇന്നതൊന്നും തിന്നരുത് എന്നൊക്കെ ഒരു ഉപദേശം കൊടുത്ത് വിടാറാണ് പതിവ്. കന്നുകാലികൾ വളരെ അനുസരണയോടെ അതുപോലെ ചെയ്യുമെന്നാണ് മഹാനവറുകളുടെ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഥവാ തൻ്റെ യജമാനൻ കൽപ്പിച്ചതുപോലെ അച്ചടക്കത്തോടെ അത് നിർവഹിക്കാൻ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു എന്നുള്ളത്. ഏതായാലും മഹാനവറുകളുടെ മക്കാമിൻ്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ വരി. ഇതാണ് നമ്മൾ പറഞ്ഞ ശരിയത്ത് കോളേജ്. ഇനി വരി ഇങ്ങനെ നേരെ ശരിയത്ത് കോളേജിൻ്റെ കവാടമാണത്. ശരിയത്ത് കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് നേരെ കടക്കുകയാണ് ഈ വരി ചെയ്യുന്നത്. എന്നിട്ട് ഇതാണ് മെയിൻ കവാടം. അപ്പോൾ ഈ വരി പോകുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങേ അറ്റത്ത് മതിലിൻ്റെ അപ്പുറേ ആ വരി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ റോട്ടിലാണുള്ളത്. ഇനി ഇത് പാണ്ടിക്കാട് റോട്ടിൽ നിന്ന്, അഥവാ പാണ്ടിക്കാട്
തൂര് റോഡിൽ നിന്ന് ആ ഭാഗത്തുള്ളവരുടെ വരിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുന്നക്കാട്, പെരിന്തൽമണ്ണ, കാളികാവ് ഭാഗത്തുള്ളവരുടെ വരിയാണ്. നമ്മൾ കണ്ടതിപ്പോൾ പാണ്ടിക്കാട്, തൂര് ആ ഭാഗത്തുനിന്ന് വരുന്നവരുടെ വരി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് സ്പീഡിലാണെങ്കിലും നമ്മൾ പുന്നക്കാട്, കാളികാവ്, പെരിന്തൽമണ്ണ വഴി ഒക്കെ വരുന്ന ആളുകളുടെ വരിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. എന്നാൽ തന്നെ നമുക്കിതിൻ്റെ വരിയുടെ നീളം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത് ഒരു സമയത്തുള്ള വരിയാണ്. ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ വരിയുടെ നീളം കുറയൂല. അഥവാ ഇതിൻ്റെ ബാക്കിൽ ആളുകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വരി 8 മണി മുതൽ 3 മണി വരെ ഇതുപോലെ നിലനിൽക്കുന്ന ഒരു വരിയാണ്. ആളുകൾ ഇങ്ങനെ മാറും, ബാക്കിൽ ആളുകൾ ഇങ്ങനെ ചേരും. ഇതാണ് എല്ലാ വർഷത്തെയും നമ്മൾ കാണാറുള്ള കാഴ്ച. അല്ലാഹു മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണ്ട് നേർച്ചകൾക്കും അവരുടെ ഉറൂസുകൾക്കും ഒന്നും പ്രത്യേകമായ ഒരു പ്രചാരണം ഇല്ലെങ്കിൽ തന്നെ ജനക്കൂട്ടം അവിടേക്ക് തിങ്ങി കൂടുകയാണ് പതിവുള്ളത്. മഹാനവറുകളുടെ ഈ ആണ്ട് നേർച്ച ദിവസങ്ങളിലൊക്കെ ബസ് റൂട്ടൊക്കെ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. കാരണം പാണ്ടിക്കാട്, മഞ്ചേരി റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ഇവിടെ കൂടുതലുണ്ടാവുക. പിന്നെ പെരിന്തൽമണ്ണ, കാളികാവ്. പെരിന്തൽമണ്ണ, കാളികാവ് ബസ്സിൽ വരുന്ന ആളുകൾ ഈ വരിയിലാണ് വന്ന് ചേരുക. പെരിന്തൽമണ്ണ മുതൽ കാളികാവ്, അത് പുന്നക്കാട് വരെയുള്ള ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ട് പെരിന്തൽമണ്ണ മുതൽ ആരംഭിക്കും. ജനങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇവിടെ വന്ന് ഈ വരിയിൽ ചേരും. അതുപോലെ കാളികാവിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ബസ്സിൽ വന്ന് പുന്നക്കാട് ഇറങ്ങി, പുന്നക്കാട് എന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. കരുവാര കൊണ്ട് പുന്നക്കാട് ഇവിടെ ഇറങ്ങി അവിടെയും ചേരും. അപ്പോൾ കാളികാവിൽ നിന്നും അതുപോലെ പെരിന്തൽമണ്ണയിൽ നിന്നുമുള്ള ആളുകളൊക്കെ വന്നു ചേരുന്ന വരിയാണ് ഈ വരി. അതുപോലെ നമ്മൾ നേരത്തെ ഈ വരിയുടെ ആരംഭം ഞാൻ പറഞ്ഞ പാണ്ടിക്കാട് റൂട്ടിലാണ്. മഞ്ചേരി, കാളികാവ് ബസ്സിലുള്ള ആളുകളാണ് കൂടുതലും അവിടെ വന്നിറങ്ങുന്നത്. മഞ്ചേരിന്ന് മുതൽ ആരംഭിക്കും. മഞ്ചേരി മുതൽ ഈ നേർച്ച ലക്ഷ്യം വെച്ച് ബസ്സിൽ ആളുകൾ കയറാറുണ്ട് എന്ന് ബസ്സുകാർ പറയാറുണ്ട്. അപ്പോൾ നല്ല സൗകര്യവും കൂടിയാണ്, കൃത്യമായ റൂട്ട് സൗകര്യമാണ്. അപ്പോൾ മഞ്ചേരി മുതലൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ നേർച്ചയിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. നേർച്ചയുടെ മുന്നോടിയായി 3 ദിവസത്തെ മതപ്രഭാഷണവും അതുപോലെ ദുആ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അൽഹംദുലില്ലാ, മനോഹരമായ കാഴ്ചയാണ്. ഒന്നുകൂടി പറയാണ്, മഹാനായ അലി ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ ആണ്ട് നേർച്ചയുടെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ഈ മനുഷ്യർ പട്ടിണി കൊണ്ടല്ല, സാമ്പത്തികമായി ഉയർന്നവരും സാമൂഹ്യമായ സേവന രംഗങ്ങളിൽ സജീവമായവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. രാഷ്ട്രീയക്കാരുണ്ട്, മത ഭൗതിക കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്ന നേതാക്കന്മാരുണ്ട്. മുദ്രിസന്മാരും ഖത്തീബുമാരും ഒക്കെ അണിചേർന്ന വരിയാണത്. ശക്തമായ വെയിൽ കൊണ്ട് വീഡിയോയിൽ അത്രക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്നില്ലെങ്കിലും
ശക്തമായ വെയിൽ കൊണ്ടും പ്രയാസങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകും. അതൊന്നും ഈ വരിയുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. കാരണം വർഷങ്ങളായി അവർ ഈ ഭക്ഷണം വർഷത്തിലൊരിക്കൽ തൻ്റെ വീട്ടിലെ ഒരു നേരത്തെ ഭക്ഷണമായി ഉപയോഗിക്കുന്നവരാണ് ഇവർ. അല്ലാഹു ഇവരുടെ ഉദ്ദേശം പോലെ തന്നെ അവർ ഈ അധ്വാനിച്ച് മണിക്കൂറുകളോളം വരിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരുദ്ദേശിച്ചതുപോലെ രോഗശമനത്തിനും മറ്റു പ്രയാസങ്ങൾക്കും പരിഹാരമായി അല്ലാഹു ആ ഭക്ഷണത്തിന് മാറ്റിക്കൊടുക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും ഇങ്ങനെ തുടങ്ങി മറ്റു പല ബുദ്ധിമുട്ടുകളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിഹാരമായി അവർ പുണ്യമായി കരുതുന്ന ഈ ഭക്ഷണം പരിഹാരമാക്കി കൊടുക്കട്ടെ. വളരെ സ്പീഡിൽ വീഡിയോ ഇട്ടിട്ടാണ്, നിങ്ങൾക്കറിയാൻ പോകുന്നത്. വളരെ സ്പീഡിലാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്നിട്ടും 16-17 മിനിറ്റ് സമയം, 22-23 മിനിറ്റോളം സമയം നമ്മൾ നിൽക്കാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരം മണിക്കൂറുകൾ വളരെ സ്പീഡിലിട്ടാലും നമുക്കത് വളരെ മണിക്കൂറുകളായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ വെയിലാണ്. ഈ നിൽക്കുന്ന ആളുകളുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം, ശക്തമായ വെയിലാണ്. അതൊന്നും ഈ പല നാടുകളിൽ നിന്ന് ഈ ഭക്ഷണം ലക്ഷ്യമാക്കി വന്ന ആളുകൾക്ക് പ്രശ്നമേ അല്ല. കാരണം ഈ ഭക്ഷണം അത് ഫലപ്രദമായ ഒന്നായി അവർ അനുഭവിച്ചവരാണ്. അതുകൊണ്ടാണ് ഇത്ര സമയമായിട്ടും അവർ ഈ വരിയിൽ അണിചേർന്ന് നിൽക്കുന്നത്. മണിക്കൂറുകൾ ഇനിയും ഈ വരിയിൽ തുടരേണ്ടി വരുമെന്ന് അവർക്കറിയാം. എന്നിട്ടും ഈ ഭക്ഷണത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അവരത് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മഹാനായ മാമ്പുഴയിലെ വലിയ ഉസ്താദ് എന്നറിയപ്പെടുന്ന സയ്യിദ് അലി മുസ്ലിയാർ വർഷങ്ങളായി മാമ്പുഴ ജുമാഅത്ത് പള്ളിയിലെ മുദരിസും ഖാദിയുമായി പ്രവർത്തിച്ചു വരുന്ന, സേവനം ചെയ്തു വരുന്ന മഹാനവറുകൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം കൂടിയാണ്. ഈയിടെയാണ് മഹാനവറുകളെ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായി ചേർക്കുന്നത്. മഹാനവറുകളാണ് മാമ്പുഴ ജമാഅത്ത് പള്ളിയിലെ മുദരിസ്. വർഷങ്ങളായി മഹാനവറുകളുടെ ദർസ് അവിടെ മനോഹരമായി നടന്നു വരികയാണ്. മഹാനായ ജമലുല്ലൈലി തങ്ങളാണ് കോഴിക്കോട് വലിയ ഖാദി ജമലുല്ലൈലി തങ്ങളാണ് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. ബഹുമാന്യരായ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ്
അതിൻ്റെ സമാപന ദുആക്ക് ജമലുല്ലൈലി തങ്ങൾ നേതൃത്വം നൽകി. പിന്നെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിയാറത്ത്, ഈ മഹത്തായ പരിപാടി നടക്കുന്നത്. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ സജീവമാണ്. അഥവാ 3 ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ സമാപനം വെള്ളിയാഴ്ച നടക്കും രാത്രി. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച അവിടെ അറിവും കാര്യങ്ങളൊക്കെയാണ്. ആടിനെ അറുക്കുക, കോഴിനെ അറുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ കറിയുമായി ബന്ധപ്പെട്ട് മറ്റു കൈകളും മറ്റൊക്കെ ആയിട്ടുള്ള വളരെ സജീവമായ തിരക്ക് പിടിച്ച ദിവസമാണ് ശനിയാഴ്ച അഥവാ ഇന്നലെ. അന്ന് പിന്നെ മറ്റ് പ്രഭാഷണങ്ങളൊന്നുമില്ല. അന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. പിന്നെ ഞായറാഴ്ചയാണ് നേർച്ച. ഇങ്ങനെയാണ് ഇവിടെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. അപ്പം നമ്മൾ വരി ഏകദേശം അവസാനിക്കാൻ പോവാണ്. കരുവാരകുണ്ട് ചുങ്കത്ത് പുന്നക്കാട് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്നാണ് ഈ വരി ആരംഭിക്കുന്നത്. കാരണം അതൊരു ബസ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. മഞ്ചേരിയിൽ നിന്ന് വരുന്ന ബസ്സും പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന ബസ്സും ഒക്കെ നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെയാണ് ആളുകൾ കൂടുതലെടുക്കുക. ഇവിടെ നിന്നാൽ മഞ്ചേരിക്കും ബസ് കിട്ടും, അതുപോലെ പെരിന്തൽമണ്ണക്കും ബസ് കിട്ടും, കാളികാവുക്കും ബസ് കിട്ടും. കരുവാരുണ്ട ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കും. അതുകൊണ്ട് ഇവിടുന്ന് ആണ് ഇതിൻ്റെ ആളുകൾ വന്നിറങ്ങുന്നതും വരി ആരംഭിക്കുന്നതൊക്കെ. ഒരുപാട് ജനങ്ങൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഭക്ഷണം വാങ്ങി ബസ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെയൊക്കെ ഈ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.